ഹലോ നമസ്കാരം. ഞാൻ അനിരുദ്ധാണ്. നല്ലൊരു ദിനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ രാവിലെ ആദ്യം ചെയ്യാൻ തീരുമാനിച്ചത് ഒരു പുസ്തകം വായിക്കാനാണ്. കാരണം രാവിലെ കൊണ്ടുവന്ന പത്രം മഴയത്ത് നനഞ്ഞ് കുളിച്ചിരിക്കുകയാണ്. രാവിലെ നല്ലൊരു മഴ പെയ്തിരുന്നു. തൊട്ടാൽ തന്നെ കീറിപ്പോകുന്ന അവസ്ഥ. അതുകൊണ്ട് പത്രം കുറച്ചൊന്ന് ഉണക്കിയിട്ട് വായിക്കാമെന്ന് തീരുമാനിച്ചു. പ്രതീക്ഷിക്കാതെ വന്ന മഴയായതുകൊണ്ട് പത്രം ഇടുന്നയാൾക്കും ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇന്ന് വായിക്കാൻ പോകുന്ന പുസ്തകം ഇതാണ്, നെവർ ഫിനിഷ്ഡ് ബൈ ഡേവിഡ് ഗോഗിൻസ്. ഇതിനു മുമ്പ് ഞാൻ അദ്ദേഹത്തിന്റെ കാൺട്ട് ഹേർട്ട് ടു മീ എന്ന പുസ്തകം വായിച്ചിട്ടുണ്ട്. വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു പുസ്തകമായിരുന്നു അത്. സാധാരണ ജീവിതത്തിൽ നിന്ന് അമേരിക്കൻ നേവി സീൽ എന്ന അത്യന്തം കഠിനമായ മേഖലയിലേക്ക് എത്തിപ്പെട്ട ഡേവിഡ് ഗോഗിൻസിന്റെ മനക്കരുത്തും നിശ്ചയദാർഢ്യവും നമ്മളെ ശരിക്കും ചിന്തിപ്പിക്കുന്നതാണ്. ഗോഗിൻസിന്റെ പുസ്തകങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ കരുതുന്നതിലും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുണ്ടെന്ന് നമ്മളിൽ ഒരു വിശ്വാസം നൽകുന്നു എന്നതാണ്. കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വരാനും സ്വയം കൂടുതൽ ശക്തരാകാനും നിരന്തരം അദ്ദേഹം പ്രചോദിപ്പിക്കും. അതുകൊണ്ട് തന്നെ കാൺട്ട് ഹേർട്ട് മീ എന്ന പുസ്തകം വായിച്ചതിന് ശേഷം നെവർ ഫിനിഷ് എന്ന പുസ്തകം കൂടി വായിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇന്ന് അതിന് തുടക്കം കുറിക്കുകയാണ്. പുറത്ത് അധികം വെയിലൊന്നും കാണാനില്ല, ഒരു മഴക്കാല മൂടാണ്. പക്ഷേ സാരമില്ല, പുറത്തെ കാലാവസ്ഥ എങ്ങനെയായാലും നമ്മുടെ ദിവസത്തിന്റെ മൂഡ് നമുക്ക് തന്നെ തീരുമാനിക്കാമല്ലോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു. വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.